She enticed this Samson and he fell in love with that woman. ആ സ്ത്രീ എന്ത് ചെയ്തു? ഇയാളെ വശീകരിച്ചു. അയാൾ അവരുമായിട്ട് സ്നേഹത്തിലായി. He was lying on her lap. അവരുടെ മടിയിൽ കിടന്നു. So she was asking him, what is the secret of your power? Then he said, it is my hair growth. സ്ത്രീ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇയാൾ വീണു. എന്ത് ചെയ്തു? എൻ്റെ മുടിയുടെ വളർച്ചയാണെന്ന് പറഞ്ഞു. Many people have come to my house before. എൻ്റെ വീട്ടിൽ ഇവിടെ ഇരിക്കുന്ന ഒത്തിരി പേര് വന്നിട്ടുണ്ട്. മഞ്ജുഷയൊക്കെ വന്നിട്ടുണ്ടല്ലേ? ശ്രീയല സിസ്റ്റർ വന്നിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഒത്തിരി പേര് എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. But now I won't call anyone. ഇപ്പം ഞാൻ ആരെയും വിളിക്കത്തില്ല. അറിയാ എന്താ? Some people are even angry with me. എന്നോട് ചിലവർ ദേഷ്യപ്പെടുകയാണ്. Because the kingdom of God is there in my house. എൻ്റെ വീട്ടിനകത്ത് ദൈവരാജ്യം ഒളിച്ചു വച്ചിരിക്കുകയാണ്. My sister came and told me, I am coming. എൻ്റെ സിസ്റ്റർ ബോംബെയിലാണ്. ഞാൻ വരികയാണ്. അവിടെ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കാം. ഞാൻ പറയും, നീ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിനക്ക് അവിടെ ദൈവം ദൂതന്മാർ തടഞ്ഞു വയ്ക്കുന്നു. Praise the Lord. So why I am saying is, if you want deliverance, first you should repent. നിങ്ങൾക്ക് മാനസാന്തരം വേണം. രണ്ടെന്താണ്? You have to see where the kingdom of God is. നിങ്ങളുടെ ജീവിതത്തിൽ എന്നും നിങ്ങളുടെ അനുദിന ജീവിതത്തിൽ ദൈവരാജ്യം ഒളിപ്പിച്ചു വച്ചിരിക്കുകയാണ്. It is hidden in your everyday life and you have to find it. നിങ്ങളുടെ അനുദിനം ചിലപ്പോൾ നിങ്ങളുടെ ഭർത്താവിൻ്റെ കോപത്തിൻ്റെ ഇടയിലായിരിക്കും ഇത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ചിലപ്പോൾ ഇത് നിങ്ങളുടെ ദാരിദ്ര്യത്തിൻ്റെ ഇടയിലായിരിക്കും ഇത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് ഹിഡൻ ഇൻ യുവർ ട്രയൽ. നിങ്ങളുടെ പ്രതിസന്ധിയിൽ ദൈവരാജ്യം ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. പീപ്പിൾ only when your understanding is open you can see the kingdom of God. When you read the book of Luke chapter 24 verse 16, it says the disciples did not recognize Jesus. ലൂക്കോസിന്റെ സുവിശേഷം 24:16 പറയുന്നു, ശിഷ്യന്മാർ യേശുവിനെ തിരിച്ചറിഞ്ഞില്ല. എത്ര പേർക്കറിയാം? യേശു അവരോട് എന്താ പറഞ്ഞത്? യേശു പറഞ്ഞത്, their eyes were closed so they did not recognize Jesus. യേശുവിനെ കണ്ടു കഴിഞ്ഞാൽ വിടുതലാണ്. നിങ്ങൾ യേശുവിനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം മാറും. If you come every Sunday, there is no guarantee that you will see Jesus. The disciples were with Jesus 3.5 years. 3.5 കൊല്ലം ശിഷ്യന്മാർ യേശുവിൻ്റെ കൂടെ ആയിരുന്നു. But they did not see Jesus. അവർ യേശുവിൻ്റെ കൂടെയാണ്, പക്ഷേ യഥാർത്ഥത്തിൽ യേശുവിനെ അവർ കാണുന്നില്ല. They do not know who Jesus is. That's why Jesus is saying in the book of John chapter 16:24, what Jesus is saying, you ask in my name and you will get. കൂടെ നടക്കുന്ന ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ എൻ്റെ നാമത്തിൽ ചോദിക്കുക, നിങ്ങൾ കിട്ടും. കൂടെ നടന്നിട്ട് യേശുവിനെ എടുത്ത് ഇവർക്ക് അറിയുന്നില്ല. എന്താ ചെയ്യുന്നത്? ഇതുവരെ Jesus is asking, you have never asked anything in my name. 3.5 കൊല്ലം ശിഷ്യന്മാർ യേശുവിൻ്റെ കൂടെ നടന്നു. അവർ യേശുവിൻ്റെ അടുത്ത് ഒന്നും ചോദിക്കുന്നില്ല. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. വല്ല പിടികിട്ടിയ? അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ യേശു പറയാണ്, ഇതുവരെ പ്രാർത്ഥന ഇവിടെ എത്തിയില്ല. You are going to church, but God does not know you. നിങ്ങൾ പള്ളി വരുന്നുണ്ട്, പക്ഷെ ദൈവത്തിന് അറിയുന്നില്ല. അല്ല പിടികിട്ടിയ? അപ്പോൾ ശിഷ്യന്മാര് യേശുവിൻ്റെ കൂടെയാണ് രാവും പകലും നടക്കുന്നത്. Day and night they are with Jesus, but Jesus is saying, you have never asked anything in my name. ഒന്നുകൂടെ ആ വചനം തന്നെ വായിച്ച, ഇതുവരെ
ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചില്ല. യു ആസ്ക് then you will get in fullness with joy. നിങ്ങൾ യേശുവിൻ്റെ അടുത്ത്, പിതാവായ ദൈവത്തിൻ്റെ അടുത്ത് യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുക, നിങ്ങൾക്ക് കിട്ടും. ഒരു തവണ ചോദിച്ചാൽ മതി, എന്നും ചോദിച്ചുകൊണ്ടിരിക്കേണ്ട. ഡെലിവറൻസ് ഇസ് വെരി ഫാസ്റ്റ്. വിടുതൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ്. ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, അപ്പോഴും കിട്ടും. ബട്ട് വൺ തിങ്, യു ഹാവ് ടു റിപ്പന്റ്. നിങ്ങൾ മാനസാന്തരപ്പെട്ടെങ്കിലേ നിങ്ങളുടെ കണ്ണ് തുറക്കത്തുള്ളൂ. In the book of Luke 24:31 we can see, എന്താ 31 എന്താ പറയുന്നത്? യേശു അവരുടെ കണ്ണ് തുറന്നു. ജീസസ് ഓപ്പൺ their eyes. യേശുവിനെ കാണുന്നില്ല, അതുകൊണ്ട് ആൾക്കാർ പറയുന്നത് ഞാൻ കഷ്ടത്തിലാണ്. അല്ല, പിടികിട്ടിയ? Jesus opened their eyes. Luke 24:16 it is saying Jesus opened their eyes and they realized Jesus. ഉടനെ അവരുടെ കണ്ണു തുറന്നപ്പോൾ അവര് യേശുവിനെ കണ്ടു. ദൈവരാജ്യം നിങ്ങളുടെ അടുത്ത് തന്നെയുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. കാണാൻ പറ്റുന്നില്ല. ദൈവരാജ്യം എവിടെ ഇരിക്കുന്നു? What is John 7:38 says? യോഹന്നാൻ 7:38 വായിച്ചേ. Praise the Lord. കലണ്ടർ കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കലണ്ടർ തരാം. John 7:38 what it is saying? Here Jesus is saying, those who believe in me, out of the scriptures say, those who believe in me, out of you will flow the rivers of living water. ദൈവരാജ്യം നിങ്ങളുടെ അകത്താണ് ഇരിക്കുന്നത്. നിങ്ങൾ അടുത്ത വീട്ടിൽ പോയി കൈ നീട്ടുന്നു. വല്ല പിടികിട്ടെന്ന് അറിയത്തില്ല. You are seeking help from somebody else, but where is the kingdom of God? The kingdom of God is in you. John 7:38 എന്താ പറയുന്നത്? Those who believe, out of you, those who believe in me, out of you will flow rivers of living water. പരിശുദ്ധാത്മാവിനെ നിങ്ങളിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുകയാണ്. കാണുന്നില്ല, കണ്ണടഞ്ഞിരിക്കുകയാണ്. ബൈബിൾ വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല. എന്താ മനസ്സിലാകാത്തത്? യു റീഡ് ദ ബുക്ക് ഓഫ് ലൂക്ക് 24:45 24-45 വായിച്ച്. എന്താ ബൈബിൾ വായിച്ചിട്ട് മനസ്സിലാകാത്തത്? തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന്, in order to understand the scriptures, Jesus opened their understanding. തിരുവെഴുത്തുകൾ ഇത് എനിക്കുള്ള വചനമാണ്, ഇതെന്റെ വിടുതലിന്റെ വചനമാണെന്ന് തിരിച്ചറിയുന്നില്ല. അതുകൊണ്ട് എന്നും കരഞ്ഞോണ്ടിരിക്കുക, എന്നും ദാരിദ്ര്യത്തിലിരിക്കുക, എന്നും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. കാര്യം എന്താണ്? ഇത് തിരിച്ചറിയുന്നില്ല. You can distinguish paracetamol and a painkiller. ഒരു തലവേദനയ്ക്കുള്ള ഒരു ഗുളികയും അതുപോലെ ഒരു പാരാസെറ്റമോൾ പനിക്കുള്ള മരുന്നും കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാം. അറിയോ? എല്ലാവർക്കും അറിയാം അല്ലേ? യു നോ ക്രോസിൻ അല്ലെ യു നോ പാരാസെറ്റമോൾ, യു നോ എ പെയിൻ കില്ലർ. തലവേദനയ്ക്കുള്ള ഗുളികയൊക്കെ നിങ്ങൾ തിരിച്ചറിയാം. ബട്ട് യു കനോട്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദ വേർഡ് ഫോർ മൈ ഡെലിവറൻസ്. എൻ്റെ വിടുതലിനുള്ള വചനം എഴുതുന്ന അറിയുന്നില്ല. യു നോ വേർ ദ ഷുഗർ ഈസ് ഇൻ യുവർ കിച്ചൺ. വീട്ടിൽ രണ്ടും ഉപ്പും പഞ്ചസാരയും ഒരേപോലെ ഇരിക്കും. ദ സോൾട്ട് ആൻഡ് ഷുഗർ ലുക്ക് ദ സെയിം, ബട്ട് യു നോ വേർ ദ ഷുഗർ ഈസ്, വേർ ദ സോൾട്ട് ഈസ്. അറിയോ? ഉപ്പും അറിയാം അല്ലേ? മക്കളുടെ പേരൊക്കെ അറിയാമല്ല. യു നോ ഓൾ യുവർ children's name, but you do not know which word is for my breakthrough. എൻ്റെ വിടുതലിനുള്ള വചനം എഴുതുന്ന അറിയത്തില്ല. It is hidden in you. എല്ലാം പിടികിട്ടിയ? ഇത് ഒളിഞ്ഞിരിക്കുകയാണ്, ഇത് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. മാനസാന്തരപ്പെട്ടെങ്കിൽ ഇത് തുറന്നു വരുള്ളൂ.
You have to repent. When you repent,